റവന്യൂ മന്ത്രി കെ രാജൻ അമ്മയ്ക്കും ഭാര്യയ്ക്കും സഹോദരനുമൊപ്പം എത്തി അന്തിക്കാട് ഹൈസ്കൂളിൽ ബൂത്ത് 41 വോട്ട് രേഖപ്പെടുത്തി. തുടർന്ന് ഒല്ലൂരിലെ തെരഞ്ഞെടുപ്പ് കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിനായി മന്ത്രി യാത്ര തിരിച്ചു. വലിയ ശുഭപ്രതീക്ഷയോടെയാണ് ഈ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിശ്ചയിച്ചത് പ്രകാരം ഒല്ലൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ വ്യക്തിപരമായി ഞാനും ഇപ്പോൾ ഉള്ളത്. ആ പ്രതീക്ഷയ്ക്ക് വലിയ മങ്ങലേക്കും എന്ന് വിചാരിക്കുന്നില്ല. അവസാനത്തെ ലാപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോയ ഒരു പൊതുചിത്രമാണ് കാണാനുള്ളത്. സാധാരണത്തേതുപോലെ വ്യാപകമായിട്ടുള്ള തെറ്റായ പ്രചരണ പ്രവർത്തനങ്ങളും ചർച്ചകളും സംവാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് തെരഞ്ഞെടുപ്പുമായി മാത്രം വിവിധ വിധത്തിലുള്ള സംവാദം കേൾക്കുന്നവരല്ല കേരളത്തിലെ ജനങ്ങൾ എന്നുള്ളതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി ഈ രാഷ്ട്രീയ പ്രശ്നങ്ങളിലെല്ലാം ഇടപെടുന്നവരാണ് എന്നുള്ളതുകൊണ്ടും ഇതിൻ്റെ എല്ലാം യാഥാർത്ഥ്യം ജനങ്ങൾക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെട്ട അവസാനത്തെ ലാപ്പായിരുന്നു ഈ കാലത്തിനിടയിൽ കഴിഞ്ഞു പോയിട്ടുള്ളത്. അതുകൊണ്ട് വളരെ ആവേശകരമായിട്ടുള്ള പൊതുവായിട്ടുള്ള ഒരു സ്ഥിതിയാണ് ഇന്നുള്ളത് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ വിധത്തിൽ വളരെ ആവേശകരമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പായി ഇത് പൂർത്തീകരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതുസ്ഥിതി തുടരും എന്ന് തന്നെയാണ്. ജനാധിപത്യത്തിന് ഭൂഷണമല്ലാത്ത കാര്യങ്ങളാണിതെല്ലാം. സാധാരണ നിലയിൽ ആശയ സമരമാണ് ഒരു ജനാധിപത്യ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും വിധത്തിൽ ഒരു തരത്തിലുള്ള സ്വാധീനമോ പ്രീണനമോ നടത്തുന്നത് ഗുണകരമായിരിക്കില്ല എന്ന് തന്നെയാണ് പൊതുജനതയുടെ അഭിപ്രായം. ജനങ്ങളുടെ വികാരം കണക്കിലാക്കാതെ ജനാധിപത്യത്തെ ഏതെങ്കിലും വിധത്തിൽ കിറ്റ് കൊടുത്തോ പണം കൊടുത്തോ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ പൊതുവായിട്ടുള്ള ഹിതത്തെ അട്ടിമറിക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർക്കുള്ള മറുപടി കിട്ടാൻ പോകുന്നത് കോടതിയേക്കാൾ പ്രധാനമായി ജനങ്ങളുടെ കോടതിയിലാണ്. അതാണ് ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇത്തരത്തിലുള്ള തെറ്റായ നടപടികൾക്കെതിരായിട്ടുള്ള പൊതുവികാരം വളരെ ശക്തമായി പോളിങ്ങിലൂടെ ജനവിധിയിലൂടെ പ്രകടിപ്പിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുകയും ചെയ്യുന്നത്.